എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ എന്തു പറയും? ലോകപ്രശസ്ത സംഗീതജ്ഞനായ AR റഹ്മാനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും അധികം ആഗ്രഹം ആരെ കാണാനാണ്? എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു മറുപടിയായിരുന്നു AR റഹ്മാന്റെ വായിൽ നിന്ന് വന്നത്. അത് മറ്റൊന്നുമല്ല, ഞാൻ കേട്ടിട്ടുണ്ട് യേശുക്രിസ്തു വീണ്ടും വരുമെന്ന്. ഞാൻ യേശുക്രിസ്തുവിനെ ഒത്തിരി സ്നേഹിക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ കാണാനാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഈ വചനപ്രഭാതത്തിൽ ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകരോട് ഒരു ചോദ്യം: നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്താണ്? ആരെയാണ്? 27-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കും, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കുവാനും. ഇതാണ് എൻ്റെ ആഗ്രഹം. ഈ ആഗ്രഹം പറയുന്നത് കിങ് ഡേവിഡ് ആണ്, ദാവീദ് രാജാവ്. അദ്ദേഹം പറയുകയാണ്, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഞാനും നിങ്ങളും മുഴുവൻ ആഗ്രഹങ്ങളും സാധിച്ചവർ അല്ല. ആണോ? അല്ല. ആഗ്രഹങ്ങളെ പരിമിതിപ്പെടുത്തുകയാണ് തൃപ്തിപ്പെടാനുള്ള മാർഗം. ആഗ്രഹങ്ങൾ കൂടുതലുള്ളവർ നിരാശ ഏറ്റുവാങ്ങേണ്ടി വരും. ബൈബിൾ പറയുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്നാണ്. മുകേഷ് അംബാനി ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ ആഗ്രഹിച്ചാൽ എനിക്ക് ലഭിക്കുമോ? ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഞാൻ അതിനു പറ്റിയ വേദവാക്യങ്ങൾ ഉരുവിട്ടാൽ പ്രയോജനമുണ്ടോ? തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും എന്ന വാക്യം വേണമെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി എനിക്ക് ഉപയോഗിക്കാം. പക്ഷെ അതൊന്നും അത്രത്തോളം ഫലപ്രദം ആകുന്നില്ല. അതുകൊണ്ട് ആഗ്രഹത്തെ ഒന്ന് ഫോക്കസ് ചെയ്യുക, ആഗ്രഹത്തെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുക, അതിനെ ഒന്ന് ഷാർപ്പൻ ചെയ്യുക, അതിനെ ഒന്ന് ചെത്തി മിനുക്കി ചെറുതാക്കുക, ഏറ്റവും ചെറുതാക്കുക. ദാവീദ് എന്ന മനുഷ്യന് ലോകത്തിൽ എന്ത് വേണമെങ്കിലും വാങ്ങാം, പോകാം, സ്വന്തമാക്കാം, ആസ്വദിക്കാം. എന്നിട്ടും അദ്ദേഹം പറയുന്നു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കും. അത് മറ്റൊന്നുമല്ല, എൻ്റെ ദൈവത്തിൻ്റെ, എൻ്റെ കർത്താവിൻ്റെ മനോഹരത്വം, ബ്യൂട്ടി ഓഫ് ദ ലോർഡ്. യഹോവയുടെ മനോഹരത്വം, ഗ്ലോറി ഓഫ് ദ ലോർഡ് കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും അവൻ്റെ ആലയത്തിൽ പാർക്കാൻ.
നമ്മുടെ ആഗ്രഹത്തെ നമുക്കൊന്നുകൂടി ഒന്ന് വ്യക്തമാക്കാം, ക്ലിയറാക്കാം. ആരോടും പറയാവുന്നതുപോലെ അതിനെ കൃത്യതയുള്ളതാക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.